إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്നും മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കഠിന പരിശ്രമം, എപ്പോഴുമുള്ള ജാഗ്രത നിത്യമായി നിരന്തരമായി വെച്ചു പുലർത്തണമെന്നും ഉണർത്തുകയാണ്. നമുക്കറിയാം, മുസ്ലിം സമുദായത്തിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട്, ധാരാളം പല രൂപത്തിലുള്ള ഗ്രന്ഥങ്ങളുണ്ട്, ഗ്രന്ഥങ്ങളുടെ വൻ ശേഖരമുണ്ട്, ധാരാളം അറബി കോളേജുകളുണ്ട്, മദ്രസകളുണ്ട്, പാഠശാലകളുണ്ട്, ധാരാളം വിദ്യാർത്ഥിനികളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ ഒരു അറിവ് എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് നാം കൂലങ്കഷിതമായി ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ നമുക്കുണ്ട്, പണ്ഡിതന്മാരുണ്ട്, അറിവിൻ്റെ വലിയ വലിയ ബൃഹത്തായ കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ വളരെ സിമ്പിളായ ഒരു അറിവ്, ആ അറിവിനെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകളും പഠനങ്ങളും എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നത് അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടതാണ്. അതെന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, നമ്മളോട് ഗ്രഹിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പഠിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് താങ്കൾ പഠിച്ചിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വസ്തഗ്ഫിർ ലിദംബിക, പഠിച്ചിട്ട് താങ്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കണം. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? എന്നിട്ട് സ്വയം ഇസ്തിഗ്ഫാർ ചെയ്യണം. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, നിർത്തിയില്ല, സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും വേണ്ടിയിട്ടും താങ്കൾ ഇസ്തിഗ്ഫാർ ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു യഅലമു മുതകല്ലബക്കും വമസ്വാക്കും. സഹോദരന്മാരെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിലെന്താണ് ഇത്ര മഹാത്ഭുതം എന്നൊക്കെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു അസർ കാണാൻ വേണ്ടി ചോദിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് പറയുന്നുണ്ട്, അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിന്നോട് ദുആയിരക്കാനും വേണ്ടിയിട്ടുള്ള ഒരു കാര്യം നീ എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അത്ഭുത ചിത്തനായി പറയുന്നുണ്ട്, ഇത് തന്നെയാണല്ലോ നമ്മളെല്ലാവരും പറയുന്നത്, ഇതെന്താണ് ഇത്ര മഹാത്ഭുതം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു തട്ടിൽ വെക്കുക, മറ്റേ തട്ടില് ഏഴാകാശങ്ങളും അതിലുള്ള സകലതും വെക്ക, ഞാൻ ഒഴികെ ഭൂമി 7 ഭൂമികളെയും വെക്ക, അതിലുള്ള മുഴുവനും വെക്ക, എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂക്കുമെന്നാണ്. സഹോദരന്മാരെ, ഇത് പറയാൻ, ഇത് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരും വന്നത്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് താങ്കൾക്ക് മുമ്പ് എല്ലാ പ്രവാചകന്മാരെയും നാം നിയോഗിച്ചിട്ടുള്ളത് എന്നാണ്. വലഖദ് ബഅസ്നാ ഫി കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ യഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്.
താഗൂത്തുകളെ വെടിയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്യാൻ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ, അതിന് വേണ്ടിയിട്ടല്ലാതെ ഓരോ സമൂഹത്തിലും നാം പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടില്ല എന്ന്. അതിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാ സമുദായങ്ങളിലും സമൂഹത്തിലും നാം പ്രവാചകന്മാരെ അയച്ചത്. താഗൂത്തുകളെ വെടിയാൻ വേണ്ടിയിട്ട്. എന്താ ഈ താഗൂത്ത്? വല്ലദീന യജ്തനിബു താഗൂത യഅ്ബുദൂഹ. അള്ളാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് സാധനം. അതാണ് ഈ താഗൂത്ത്. അതിനെ വർജിക്കുക, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക. വഅനാബൂ ഇലല്ലാഹി ലഹുമുൽ ബുശ്റാ വബശ്ശിർ ഇബാദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വിനയത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങുക, അവർക്കാണ് സന്തോഷ വാർത്തയുള്ളത്. എങ്ങനെ? അള്ളാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനെ മുഴുവനും വർജിക്കാം, മുഴുവനും വിനയത്തോടെ, അഹങ്കാരം ഉപേക്ഷിച്ച്, കിബർ ഉപേക്ഷിച്ച് വിനയത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങുക, അവർക്കാണെന്നുള്ളത് സന്തോഷ വാർത്തയുള്ളത്. സഹോദരന്മാരെ, സകല പ്രവാചകന്മാരുടെയും അടിസ്ഥാന വിഷയം ഇത് തന്നെയായിരുന്നു. നമ്മൾ ഒരുപാട് ചിലപ്പോൾ കേട്ടതായിരിക്കാം. പക്ഷേ കിതാബ് തൗഹീദ് എടുക്കുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, ഒരു ആഴ്ചക്കൊരിക്കെങ്കിലും ആ കിതാബ് തൗഹീദ് വായിക്കൽ മുവഹിദുകൾക്ക് ഏറ്റവും നല്ലതെന്നാണ്. കാരണം എന്താണ്? നമ്മുടെ ഈമാനിന്റെ പ്രകാശമുണ്ടല്ലോ, അത് പ്രചോദിപ്പിക്കാനും നമ്മുടെ വിശ്വാസത്തിന്റെ ചൈതന്യം അത് ഉൾക്കൊള്ളുവാനും വേണ്ടിയിട്ടാണ്. അതുപോലെ തൗഹീദ് വിഷയങ്ങൾ നമ്മൾ ഗ്രഹിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ മാധുര്യത്തിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുവാനും ഈ വഴിയിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകാതിരിക്കാനുള്ള വളരെ കൃത്യമായ അവബോധം നമുക്ക് ഉണ്ടാക്കാനും അതിന് സാധിക്കും. അതുകൊണ്ടാണ് പ്രവാചകന്മാരെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം ആട്ടി ഊട്ടി വളരെ അരക്കിട്ട് ഉറപ്പിക്കുന്നുണ്ട്. എങ്ങനെ? ലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ സമുദായത്തിലേക്ക് പോയി. എന്നിട്ട് അദ്ദേഹം എന്താ പറഞ്ഞത്? യാ ഖൗമി അബ്ദുല്ലാഹ്, എന്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഇലാഹ് നിങ്ങൾക്കുണ്ടോ? അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്, മറിച്ച് അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഇലാഹുകൾ നിങ്ങൾക്കുണ്ടോ? അത് തന്നെയായിരുന്നു ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്തതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യ ഗോത്രത്തിലേക്ക് പോയി. അദ്ദേഹം ചോദിച്ചത് ഇതേ ചോദ്യമാണ്. ഖാല യാ ഖൗമി അബ്ദുല്ലാഹ്, എന്റെ സമുദായമേ, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക. മാലക്കും മിൻ ഇലാഹിൻ ഗൈറു, അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഇലാഹുണ്ടോ? എല്ലാ പ്രവാചകന്മാരും വഇലാ സമൂദ അഖാഹും സാലിഹ, സമൂദിലേക്ക് സാലിഹ് നബി പോയി, ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. വഇലാ മദിയന അഖാഹും ശുഐബ, മദീനയിലേക്ക് ശുഐബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോയി. അദ്ദേഹം ചോദിച്ചെന്താണ്? അദ്ദേഹം ഇതേ ചോദ്യം തന്നെയാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ പുറമെ ഇബാദത്ത് ചെയ്യപ്പെടാൻ, ഇബാദത്തിന്റെ ഏതെങ്കിലും ഇനങ്ങൾ സമർപ്പിക്കാൻ അർഹരായി വേറെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു. ഞാനും എനിക്ക് മുമ്പുള്ള നബിമാരും പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്, ഒരു നന്മയും പറയാതെ വിട്ടേച്ചു പോയിട്ടില്ല, ഒരു തിന്മയും വിരോധിക്കാതെ ഞങ്ങൾ ആരും വിട്ടേച്ചു പോയിട്ടില്ല. പക്ഷേ ഞങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനമായ സംഗതി, ഏറ്റവും ശ്രേഷ്ഠമായ സംഗതി എന്താ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിർത്തിയില്ല, വഹ്ദഹു, അവനെ മാത്രം ഏകനാക്കുന്ന കാര്യമാണ്. ഇല്ലല്ലാഹ് ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരനുമില്ല എന്നതാണ്. അതേതാണ് ലാ ഇലാഹ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ഊട്ടി ഉറപ്പിക്കേ. എങ്ങനെ? വഹ്ദഹു ഇല്ലല്ലാഹ്, അവൻ ഏകനാണ്. ലാ ശരീക ലഹ്, അവനൊരു പങ്കുകാരനില്ല. ലാ ഇലാഹ, ഈ വാക്കായിരുന്നു ഞങ്ങൾ പറഞ്ഞതിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരന്മാരെ, എന്തിനാണ് നമ്മളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ഇറക്കിയത്? എന്തിനാണ് വേദഗ്രന്ഥങ്ങളെ ഇറക്കിയത്? അത് ബലാഗുൽ ലിന്നാസ് വലിയുൻസിറു ബി വലിയഅലമു അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ് വലിയസ്സക്കറ ഉലുൽ അൽബാബ്. ഇത് ജനങ്ങൾക്കുള്ള വ്യക്തമായ ഉത്ബോധന ഗ്രന്ഥമാണ്, വ്യക്തമായ ഗ്രന്ഥമാണ്. വലിയുൻസിറു ബി, അതുകൊണ്ട് അവർ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി, വലിയഅലമു, അവർ അറിയുന്നതിന് വേണ്ടി, അവർ പഠിക്കുന്നതിന് വേണ്ടി, അവർ മനസ്സിലാക്കുന്നതിന് വേണ്ടി. എന്തെന്ന്? അന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, ഏകനായ ഇലാഹിനെ അവർ പഠിക്കുന്നതിന് വേണ്ടി. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ വേറൊരു ഇലാഹും ഇല്ല എന്ന ആത്യന്തികമായ അറിവ്
ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിശുദ്ധ ഖുർആൻ നാം ഇറക്കിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതായിരുന്നു പ്രവാചകന്മാർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനം. അതുകൊണ്ടാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത് ഖുൽ ആമന്നാ ബില്ലാഹി വമാ ഉൻസില അലൈനാ വമാ ഉൻസില അലാ ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ വയഅഖൂബ് والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. അതെ, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, അവൻ ഇറക്കിയതിൽ വിശ്വസിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബിയിലും ഇസ്മായിലും ഇസ്ഹാഖിലും യാക്കൂബിലും അദ്ദേഹത്തിന്റെ സന്താനങ്ങളിലും വമാ ഊതിയ മൂസ വഈസ, മൂസാ നബിയിലും ഈസാ നബിയിലും ഒക്കെ ഇറക്കിയത് വന്നബിയ്യുന മിർ റബ്ബിഹിം, മറ്റുള്ള പ്രവാചകന്മാർക്കൊക്കെയും ഇറക്കിയതിലൊക്കെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിൻഹും, അവർക്കിടയിൽ ഒരു വിവേചനവും ഞങ്ങൾ കാണിക്കുകയില്ല, ഏതെങ്കിലും ഒരു വ്യത്യാസം ഞങ്ങൾ പെടുത്തുകയില്ല. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെയും ഇറക്കപ്പെട്ടത് എന്താണോ അതിൽ അടിസ്ഥാനം എന്താണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് നമുക്ക് ഇറക്കിയത്. അതിലൊരു വിവേചനവുമില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള എല്ലാ മനുഷ്യർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് നിലനിൽക്കുന്ന അവസാനമുള്ള മനുഷ്യനും അടിസ്ഥാനപരമായ കാര്യം അവർക്ക് പഠിപ്പിക്കപ്പെട്ടത് എന്താണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ മാത വ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിഞ്ഞ് മരിച്ചു പോയാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അറിഞ്ഞു മരിച്ചു പോയാൽ വലിയ വിഷയമാണ് സഹോദരന്മാർ. ചൊല്ലിയവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നല്ല, അത് വേറെ വിഷയമാണ്. പക്ഷെ അറിഞ്ഞു മരിച്ചവൻ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ അറിവെന്താണ്? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മുൻകാലത്ത് മുതൽ ഇതുമായിട്ടുള്ള അടിസ്ഥാനപരമായ ചർച്ചകൾ വന്നിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം കൊടുക്കുന്നതിൽ ചിലർ ലാ ഖാലിഖ ഇല്ലല്ലാഹ് എന്നർത്ഥം കൊടുത്തു, അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്നർത്ഥം കൊടുത്തു. ചിലർ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്നർത്ഥം കൊടുത്തു, അല്ലാഹു അല്ലാതെ ഉണ്മയായിട്ട് ഉള്ളവനായിട്ട് വേറെ ആരുമില്ല. അങ്ങനെ പല രൂപത്തിലും അർത്ഥം കൊടുത്ത ആൾക്കാരുണ്ട്. അല്ലാഹു അല്ലാതെ കഴിവുള്ളവനില്ല, അല്ലാഹു അല്ലാതെ ഉള്ളവനില്ല, അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്നിങ്ങനെയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം കൊടുത്തു. സഹോദരന്മാരെ, ഇലാഹി എന്ന് പറഞ്ഞാൽ മഅ്ലൂഹ് എന്നാണ് അർത്ഥം. മഅ്ലൂഹ് എന്ന് പറഞ്ഞാൽ മഅബൂദ് എന്നതിൽ നിന്നുള്ള ആശയമാണ്. എന്ന് വെച്ചാൽ അലിഹ എന്നാൽ ആരാധിക്കുക, മഅബൂദ് എന്നാൽ ആരാധിക്കപ്പെടുന്നവൻ എന്ന് കരുതിയാൽ എന്താ? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. നമ്മൾ സാധാരണഗതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ചോദിച്ചപ്പോൾ അല്ലാഹു അല്ലാതെ ആരാധന ഇല്ല എന്ന് പറയും. അങ്ങനെയല്ല, മറിച്ച് എന്താണ്? ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല. മറ്റുള്ള അർത്ഥം കൊടുത്താലുള്ള തെറ്റെന്താ? ലാ ഖാലിഖ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ സൃഷ്ടാവില്ല എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? സഹോദരന്മാരെ, അല്ലാഹുവിന് വേണമെങ്കിൽ ആ പദം തന്നെ ഉപയോഗിക്കാം. ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് വേണമെങ്കിൽ അല്ലാഹുവിന് വേണ്ടി ആ പദം തന്നെ ഉപയോഗിക്കാം. പക്ഷേ അതൊന്നും അല്ലാഹു ഉപയോഗിക്കാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് ഉപയോഗിച്ചത്. അത് എവിടെയാണ് ഉപയോഗിച്ചത്? മക്കയിലെ മുശ്രിക്കുകൾക്കിടയിൽ. മുശ്രിക്കുകളോട് സഹോദരന്മാരെ, അവരോട് അല്ലാഹു ആണോ നിങ്ങൾ സൃഷ്ടാവെന്ന് ചോദിച്ചാൽ അവരെന്താ പറയാ? എല്ലാന്നാ പറയാ, ആന്നാ പറയാ. അവർ അല്ലാഹു ആണെന്ന സൃഷ്ടാവെന്ന് പറയും. ആകാശങ്ങളെയും ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ അല്ലാഹുവാണെന്ന് തന്നെ പറയാറ്. ഖുലിൽ ഹംദുലില്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറയണേ അൽഹംദുലില്ലാഹ് എന്ന് പറ. താങ്കൾ അവരോട് ചോദിച്ചു നോക്കി, താങ്കളുടെ ഒന്നിച്ച് ജനിച്ചു വളർന്ന മുശ്രിക്കുകൾ ഉണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കി, 7 ആകാശങ്ങൾ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാ? അവര് പറയും അല്ലാഹുവാണെന്ന് പറയും. നബിയെ പറയാം അൽഹംദുലില്ലാഹ് എന്ന് പറ. ഖുൽ മൻ ബിയദി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. അതേ, സകല വസ്തുക്കളുടെയും ഉടമസ്ഥാധികാരം ആർക്കാണ്? എല്ലാറ്റിന്റെയും ഉടമസ്ഥാധികാരമുള്ളവൻ ആർക്കാണ്? അവൻ അഭയം നൽകുന്നു, അവനിക്കെതിരെ അഭയം നൽകുന്നവൻ ആരുമില്ല. അങ്ങനെയുള്ള ആളെ പറ്റി ചോദിച്ചു നോക്കൂ നബിയെ. അവർ പറയും സയഖൂലൂന ലില്ലാഹ്, അവർ അല്ലാഹുവാണെന്ന് പറയുമെന്നാണ്. വൃത്തിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മയ്യുൽ മയ്യർസുഖു മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലിക്കു സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വമൻ യുദബ്ബിറുൽ അംർ ഫസയഖൂലുന അല്ലാഹ്
ഫഖുൽ അഫലാ തത്തഖൂൻ, ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാണ്? നബി അവരോട് ചോദിച്ചു നോക്ക്, ആ മുശ്രിക്കുകളോട് ചോദിച്ചു നോക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ കേൾവി ശക്തിയും കാഴ്ച ശക്തിയും അധീനപ്പെടുത്തി തന്നവൻ ആരാണ്? അവരോട് ചോദിച്ചു നോക്ക്. ആരാണ് ജീവനുള്ളത് നിന്ന് ജീവനില്ലാത്തതിനെയും ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതും പുറപ്പെടുവിക്കുന്നത് ആരാണ്? സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നവരാരാണ്? എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവരാരാണ്? സിഎം ആണെന്ന് അവർ പറയാ? അല്ല, അവർ പറയും അള്ളയാണെന്ന് പറയും. അള്ളയാണെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഫഖുൽ അഫലാ തത്തഖൂൻ, എന്തേ നിങ്ങൾ ചിന്തിക്കാത്തത്? എന്താണ് നിങ്ങൾ തെക്കുവേൽ അധിഷ്ഠിതമായി ജീവിക്കാത്തത്? എന്താണ് ഇതിലേക്ക് മടങ്ങി വരാത്തത്? ഇതൊക്കെ അല്ലാഹു ആണ് എന്ന് നിങ്ങൾ പറയുന്നു, എന്നിട്ട് എന്താണ് നിങ്ങൾ യഥാർത്ഥ വഴിയിലേക്ക് വരാത്തത്? അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, വിജയിക്കും. അപ്പൊ അവർ പറഞ്ഞു, അജഅലൽ ആലിയത ഇലാഹൻ വാഹിദ, അജഅലൽ ആലിയത ഇലാഹൻ വാഹിദ, എല്ലാ ഇലാഹുകളെയും താങ്കൾ ഒന്നാക്കിയോ? എല്ലാ സൃഷ്ടാവിനെയും ഒന്നാക്കിയോ എന്ന് അവർ ചോദിച്ചില്ല. എല്ലാ ഉള്ളതിനെയും ഒന്നാക്കിയോ എന്ന് ചോദിച്ചില്ല. എല്ലാ ഉടമസ്ഥനെയും ഒന്നാക്കിയോ എന്ന് ചോദിച്ചില്ല. എല്ലാ കൈകാര്യകർത്താവിനും ഒന്നാക്കിയെന്ന് ചോദിച്ചില്ല. എല്ലാ ജീവനും നൽകുന്നതിനും മരിപ്പിക്കുന്നതിനും മടവർഷിപ്പിക്കുന്നതിനും താങ്കൾ ഒന്നാക്കിയോ എന്ന് ചോദിച്ചില്ല. അവർ തിരിച്ചു ചോദിച്ച ചോദ്യം എന്താണ്? എല്ലാ ഇലാഹുകളെയും ഒന്നാക്കിയോ? ഇന്ന ആദാ ലശൈഉൻ ഉജാബ്, ഇത് മഹാത്ഭുതകരമായ സംഗതിയാണ്. അപ്പൊ എന്താണ് സഹോദരന്മാരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇബാദത്തെടുക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതിനടിസ്ഥാനമായി നിഷേധിച്ചത് ഇല്ല. അത് ആരാധനയാകട്ടെ, നേർച്ചയാകട്ടെ, വഴിപാടുകളാകട്ടെ, പ്രതീക്ഷയാകട്ടെ, വരമേൽപ്പിക്കലാകട്ടെ, ഇബാദത്തെടുക്കപ്പെടുന്ന സുജൂദാകട്ടെ, എന്താവട്ടെ, അതിനെ പരിപൂർണമായി നിഷേധിച്ചു, സ്ഥാപിച്ചു. അതെ, ഇബാദത്തിൽ അല്ലാഹുവിനെ സ്ഥിരപ്പെടുത്തി. അത് അല്ലാഹു മാത്രമേ ഉള്ളൂ. അതെ, സൃഷ്ടാവ് അല്ലാഹു ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ഉടമസ്ഥാധികാരം അല്ലാഹു ആണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, ജീവനടിപ്പിക്കുന്നതും ജീവൻ പുറപ്പെടുവിക്കുന്നതും മരിപ്പിക്കുന്നതും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നതും അത് അല്ലാഹു ആണെന്ന് പറയുന്നുണ്ട്. എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തിൽ അല്ലാഹുവിനെ മാത്രം പരിമിതപ്പെടുത്തുക എന്ന ദൃഢമായ പ്രഖ്യാപനം. അതാണ് സഹോദരന്മാരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞിട്ട് വിജയിക്കാൻ വേണ്ടി പറഞ്ഞത്. ഇവിടെ ഒരു വിഷയമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ അല്ലാഹു അല്ലാതെ ആരാധനക്കാർക്കനില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അല്ലാഹു അല്ലാതെ ആരാധനക്കില്ല എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നമുണ്ട്? കാരണം എന്തേ? അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ, അത് ബലികളാകട്ടെ, മഹാന്മാരാകട്ടെ, അല്ലെങ്കിൽ പുഷ്പമാകട്ടെ, കണിക്കമാകട്ടെ, ചക്രയാകട്ടെ, അഭിഷേകം ചെയ്യുന്ന പാലാകട്ടെ, ഉടക്കുന്ന തേങ്ങയാകട്ടെ, പ്രതിമയാകട്ടെ, വിക്രമാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, ബലികളാകട്ടെ, അല്ലാഹുവിന് കൊടുക്കുന്ന എന്തെങ്കിലും ഗുണം, എന്തെങ്കിലും ആരാധനകൾ ഏതെങ്കിലും മഖ്ലൂക്കിന് സമർപ്പിച്ചാൽ അല്ലാഹുവിന്റെ അടുക്ക് അവരുടെ ഇലാഹുകൾ സമർപ്പിക്കപ്പെട്ട വ്യക്തികളാണ്, സമർപ്പിക്കപ്പെട്ട വസ്തുക്കളാണ്. എന്ന് വെച്ചാൽ അല്ലാഹുവിന് കൊടുക്കുന്ന എന്തെങ്കിലും ആരാധനകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഗുണങ്ങൾ, ഏതെങ്കിലും വിശേഷണങ്ങൾ ഏതെങ്കിലും മഖ്ലൂക്കുകൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കൾക്ക് സമർപ്പിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ ആ സമർപ്പിക്കപ്പെട്ടവർ ആരാണ്? ഈ സമർപ്പിച്ചവന്റെ ഇലാഹുകളാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഔലായി ഖൗമുൻ തഖദൂ മിൻ ദൂനി ആലിഹ, അല്ലാഹുവിന്റെ പുറമെ അവർ ഇലാഹുകളെ സ്വീകരിച്ചു കളഞ്ഞു. അല്ലാഹു എന്താ നമ്മൾ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ പുറമെ ഒരു ഇലാഹുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുക, അല്ലാഹുവിന്റെ പുറമെ അവർ ഇലാഹുകളെ സ്വീകരിച്ചു കളഞ്ഞു. അതെങ്ങനെ യോജിക്കാം? നമ്മളോട് പറയുന്നു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുന്നു. അവർ അല്ലാഹുവിന്റെ പുറമെ ഇലാഹുകളെ സ്വീകരിച്ചു കളഞ്ഞു. ലൗലാ യഅ്തൂന അലൈഹിം ബിസുൽത്താനിൻ ബയ്യിൻ, അവരെങ്ങാനും വ്യക്തമായ പ്രമാണങ്ങൾ അതിന് കൊണ്ടുവന്നിരുന്നെങ്കിൽ, വ്യക്തമായ പ്രമാണങ്ങൾ അവർ ഹാജരാക്കിയിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ അടുക്കൽ എത്ര കളവാണ് അവർ ഉദ്ഘോഷിക്കുന്നത്. അതിനേക്കാൾ ഏറ്റവും വലിയ പിഴച്ചു പോയവൻ ആരാണ് ഉള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ പുറമെ ഇലാഹുകളെ സ്വീകരിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്?
വേറെ ഏതെങ്കിലും രൂപത്തിലാണോ? അല്ല. അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞു ഫലൗലാ നസറഹുൽ ലദീന തഖദു മിൻ ദൂനില്ലാഹി ഖുർബാനൻ ആലിയ. അല്ലാഹുവിനെക്കുള്ള സമീപനം കിട്ടാൻ വേണ്ടി സാമീപ്യം കിട്ടാൻ വേണ്ടി എന്താണ് അവർ ഇലാഹുകളെ സ്വീകരിച്ചവർ. അപ്പോൾ എന്തുകൊണ്ട് അവരെ സഹായിച്ചില്ല എന്ന് വെച്ചാൽ അള്ളാഹുവിനെ പോലെ അള്ളാഹു ആക്കി എന്നല്ല മക്കയിലെ മുശ്രിക്കുകളെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം. മറിച്ചെന്താണ്, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി കുറെ ഇലാഹുകളെ അവർ സ്വീകരിച്ചു കളഞ്ഞു. ഇലാഹുകളെ, വ്യക്തികളെ സ്വീകരിച്ചു കളഞ്ഞു. അങ്ങനെയുള്ള സ്വീകരിക്കപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് വിശേഷിപ്പിച്ചു? അവർ ഇലാഹാണെന്ന് വിശേഷിപ്പിച്ചു. ഏതുപോലെ വയഅബ്ദുന മിൻ ദൂനില്ലാഹി മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. അവരുടെ വിശ്വാസത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അവരോട് ചോദിച്ചു നോക്ക് നബിയെ, അല്ലെങ്കിൽ അവരോട് പറയുന്ന വർത്തമാനം എന്താണ്? വയഅബ്ദുന മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന്റെ പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്ന ആൾക്കാർ, മാ ലാ യദുറുഹും വലാ യൻഫഉഹും, അവർക്കാകട്ടെ ഇവർ ഒരു ഉപകാരവും ചെയ്യില്ല, ഒരു ഉപദ്രവവും ചെയ്യില്ല. വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്, അവർ പറയുന്നത് ഈ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ, ആരാധിക്കപ്പെടുന്ന പ്രവാചകന്മാർ, ആരാധിക്കപ്പെടുന്ന വലികൾ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾക്ക് ശുപാർശ ചെയ്യുന്ന ആളാണെന്ന്. സഹോദരന്മാരെ, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്യുന്ന കാലത്ത് മക്കയിലെ കഅബയിലുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ ആരുടേതാണ്? അറിയപ്പെടാത്ത ആൾക്കാരുടേതാണോ? ഇബ്രാഹിം നബിൻ്റെത്, ലാത്തൻ്റെത്, ഇസ്മായിൽ നബിൻ്റെത്, ഇവരുടെയൊക്കെ വിഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരെ കുറിച്ച് അന്നുണ്ടായിരുന്ന മുശ്രിക്കുള്ള വിശ്വാസം എന്താണ്? അള്ളാഹുവിനെ പോലെ അള്ളയാണ് അവരെന്നല്ല, മറിച്ചെന്താണ്, അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് ശുപാർശ ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ. അതുകൊണ്ടാണ് സൂറത്ത് സുമറിൽ പറഞ്ഞത് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനി ഔലിയാ. അള്ളാഹുവിന്റെ പുറമെ ഔലിയാക്കളെ സ്വീകരിച്ചവർ, അള്ളാഹുവിന്റെ പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ, അള്ളാഹുവിന്റെ പുറമെ വലികളെ സ്വീകരിച്ചവർ, അള്ളാഹുവിലേക്കുള്ള അടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഞങ്ങൾ നേർച്ച ചെയ്യുന്നില്ല, ഞങ്ങൾ വഴിപാടുകൾ സമർപ്പിക്കുന്നില്ല, ഞങ്ങൾ ഏതെങ്കിലും രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ്. ഇവർ അള്ളാഹുവിലേക്കുള്ള അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ അള്ളാഹുവിലേക്കുള്ള അടുപ്പിക്കാൻ വേണ്ടി സ്ഥാപിച്ച അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ച ആൾക്കാരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച എന്താണെന്ന് അറിയുമോ? അത്തഖിദു മിൻ ദൂനി ആലിഹ, അള്ളാഹുവിന്റെ പുറമെ അവർ ഇലാഹുകളെ സ്ഥാപിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ പുറമെ അവര് ഇലാഹുകളെ സ്ഥാപിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് സഹോദരന്മാരെ, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇലാഹ് സ്ഥാപിക്കുന്നു എന്ന വിശ്വാസം നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇലാഹ് ആക്കുന്നു എന്നുള്ള ഒരു ആക്കൽ അവർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. മറിച്ച് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഏതെങ്കിലും ആരാധനകളിൽ പെട്ടത് ഏതെങ്കിലും വസ്തുക്കൾക്കോ സൃഷ്ടികൾക്കോ സമർപ്പിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ ഇലാഹുകളാണ് അവർ. ഇപ്പൊ ബദരീങ്ങളെ കാക്കണേ എന്നൊരു തേട്ടം നമ്മളിൽ ഉണ്ടായാൽ നമ്മുടെ ഇലാഹുകൾ ആരാണ്? അത് ബദരീങ്ങളാണ്. അതുപോലെ തന്നെ CMA കാക്കണേ, നാഗൂർ, അജ്മീർ, ഏർവാടി, മുത്തപ്പെട്ട വലികളെ നമ്മളെ കാക്കണമേ, മമ്പുറന്തങ്ങൾ, ഉള്ളാന്തങ്ങളെ നമ്മളെ സഹായിക്കണമേ, മൂന്ന് പെറ്റുമ്മ, മുനമ്പത്ത് ബീവി നമുക്ക് എന്തെങ്കിലും സഹായം നൽകണമേ എന്നൊരു വ്യക്തി ഏതെങ്കിലും രൂപത്തിൽ നടത്തിയാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്തവന്റെ ഇലാഹുകൾ ആരാണ്? നാഗൂർ, അജ്മീർ, ഏർവാടി, മുത്തപ്പെട്ട ഔലിയാക്കന്മാരും മംഗളാഭിഷേകങ്ങളും അമൃതങ്ങളും ഉള്ളാളത്തങ്ങളും മൂന്ന് പെറ്റുമ്മയും അതുപോലെ തന്നെ അങ്ങനെയുള്ള ബീവിമാരൊക്കെയാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, വിശ്വാസം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ഇലാഹാക്കുന്നു എന്നുള്ള വിശ്വാസം നമുക്ക് ഉണ്ടാക്കണമെന്നില്ല. എന്താ തെളിവ്? ഇപ്പൊ ജൂത ക്രിസ്ത്യാനികളുടെ കാര്യത്തെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ യാ അഹ്ലൽ കിതാബി തആലു ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും അല്ലാ നഅ്ബുദു ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ശൈഅ വലാ യത്തഖിദ ബഅ്ദുനാ ബഅ്ദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് ഫഇൻ തവല്ലൂ ഫഖൂലൂ അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ യാ അഹ്ലൽ കിതാബ്, ഏ വേദഗ്രന്ഥം നൽകപ്പെട്ടവരെ, തആലൂ നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനക്കും, നമുക്കും നിങ്ങൾക്കും ഇടയിലുള്ള സമമായൊരു വാക്യത്തിലേക്ക് നിങ്ങൾ വാ. ഏതാണത്? അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ്. നമ്മൾ പറയുന്നുണ്ട് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്, നിങ്ങളും പറയുന്നുണ്ട് കർത്താവിനെ അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വലാ നുശ്രിക ബിഹി ശൈഅ, അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്, നിങ്ങളും പറയുന്നുണ്ട് യഹോവന്റെ കൂടെ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല. അതുപോലെ നിങ്ങൾ പറയുന്നുണ്ട്
അതുപോലെ തന്നെ വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ പുറമെ ഒരു റബ്ബുമില്ല എന്ന് നമ്മൾ പറയുന്നുണ്ട്, നിങ്ങളും പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥമായ സമമായ വാക്യത്തിലേക്ക് നിങ്ങൾ വാ എന്ന് പറഞ്ഞാൽ എന്താ? കേവലം വർത്തമാനം കൊണ്ട് കാര്യമില്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചെന്താ? വലാ നുശ്രികു ബി ശൈഅ, അല്ലാഹുവിൽ ഒരു തരത്തിലും പങ്കു ചേർക്കുന്നില്ല നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ വർത്തമാനം കൊണ്ട് കാര്യമില്ല, നിങ്ങൾ അങ്ങനെ പങ്കു ചേർക്കുന്നുണ്ട്. അതൊക്കെ വെടിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ പുറമെ ആരാധിക്കപ്പെടുന്ന സകലതിനെയും ഉപേക്ഷിച്ചുകൊണ്ട്, അർബാബുകളെ ഉപേക്ഷിച്ചുകൊണ്ട്, ശിർക്കൻ വിശ്വാസം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വെടിഞ്ഞുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ സമമായ വാക്യത്തിലേക്ക് വാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേദഗ്രന്ഥം നൽകപ്പെട്ടവരോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, ഞങ്ങൾ ഇലാഹാക്കുന്നില്ല എന്ന വിശ്വാസം കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ഇലാഹാക്കപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നുണ്ടോ എന്ന് ഗൗരവമായ വിഷയമാണ്. അതുകൊണ്ടാണ് അബൂ വാഖിദുൽ ലൈസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസുണ്ട്. അതായത് മക്കം ഫത്ത് കഴിഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുതുതായി ഇസ്ലാമിലേക്ക് ചേർന്നവരുമായിട്ട് ഒരു ഹുനൈൻ യുദ്ധത്തിലേക്ക് പുറപ്പെട്ടു. ചില റിപ്പോർട്ടുകളിൽ 2 ആഴ്ച എന്നൊക്കെ കാണുന്നുണ്ട്. അതായത് അബൂ വാഖിദുൽ ലൈസി പറയുകയാണ്, ഖറജ്നാ മഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ ഹുനൈൻ വനഹനു മുദസാഉ അഹദിൻ ബികുഫർ, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹുനൈൻ യുദ്ധത്തിന് പുറപ്പെട്ടു. അവിശ്വാസത്തിൽ നിന്ന് അടുത്ത കാലത്ത് മാത്രം ഇസ്ലാമിൽ പ്രവേശിച്ചവരായിരുന്നു അവർ. മുശ്രിക്കുകൾക്ക് ഒരു വൃക്ഷമുണ്ടായിരുന്നു. അവർ അതിന്റെ അടുത്ത് ഭജനമിരിക്കുകയും അതിന്റെ മേൽ അവരുടെ ആയുധങ്ങൾ ബന്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ദാത്ത് അൻവാത്ത് എന്ന പേരിലാണ് യുഖാലു ലഹാ ദാത്തു അൻവാത്ത്, ദാത്ത് അൻവാത്തു എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതായത് ഒരു വൃക്ഷം, അതിന്റെ മേൽ വാളുകളും പരിചകളൊക്കെ കൊളുത്തും, ഡ്രസ്സുകളൊക്കെ വെക്കും, എന്നിട്ട് അവർ ബർക്കത്തെടുക്കുന്ന ഒരു പ്രവർത്തനം മുശ്രിക്കുകൾക്കുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുനൈൻ യുദ്ധത്തിന്റെ വക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇജ്അൽ ലനാ ദാത അൻവാത്തിൻ കമാലകും ദാത അൻവാത്ത്, അവർക്ക് ദാത്ത് അൻവാത്ത് ഉള്ളതുപോലെ നമുക്കൊരു ദാത്ത് അൻവാത്ത് ഏർപ്പാടാക്കി താ. കാരണം നമ്മളെ വാളുകളും പരിചകളും ഡ്രസ്സൊക്കെ കൊളുത്തിയിട്ട് ഒരു ബർക്കത്ത് എടുക്കാനുള്ള, ഒരു അനുഗ്രഹം തേടാനുള്ള, ഒരു മാനസികമായ സംതൃപ്തി കിട്ടുന്ന എന്തൊക്കെ ഒരു മേഖല നമുക്ക് താങ്കൾ ഏർപ്പാടാക്കി താ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ഇന്നഹാ സുനന ഖുൽതും വല്ലദീ നഫ്സി ബിയദി കമാ ഖാൽതു ബനൂ ഇസ്രായീൽ ലിമൂസ. മൂസാ നബി, ബനൂ ഇസ്രായേൽകൾ മൂസാനോട് ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. അല്ലാഹു അക്ബർ, അവർക്കൊരു ഇലാഹുള്ളത് പോലെ നമുക്കൊരു ഇലാഹാക്കിത്ത എന്ന് ബനൂ ഇസ്രായേലുകൾ മൂസാനോട് ചോദിച്ച അതേ ചോദ്യമാണ് നിങ്ങൾ നമ്മോട് ചോദിക്കുന്നത്. ഖാല ഇന്നകും ഖൗമുൻ തജ്ഹലൂൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു എന്നാണ്. സഹോദരന്മാരെ, ഇവിടെ സഹാബികൾക്ക് ഒരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല ദാത്തൻവാത്തിനെ ആരാധിക്കണമെന്ന്, ആ ദാത്തൻവാത്തിനോട് സഹായം ചോദിക്കണമെന്ന്. മറിച്ച് കേവലം തബറുക്ക് നന്മ എടുക്കാൻ വേണ്ടി ഒരു മരം ഉണ്ടാക്കി തരാൻ പറഞ്ഞത് ഇലാഹിനെ ഉണ്ടാക്കി തരാൻ പറഞ്ഞതുപോലെയാണെങ്കിൽ മരണപ്പെട്ടവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരോട് ഇസ്തിഗാസ ചെയ്യുക, അവർക്ക് നേർച്ചയും ബലികർമ്മവും ചെയ്യുക, അവരുടെ ഖബറിനെ തവാഫ് ചെയ്യുക, അവരുടെ ഡ്രസ്സ് മൂടുക, വിളക്ക് കത്തിക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, വർഷം തോറും ഉറൂസ് നടത്തുക, അവരെ പടച്ചവന് തുല്യമായി പ്രചരിപ്പിക്കുക എന്നതൊക്കെ ഇലാഹാക്കലല്ലെങ്കിൽ മറ്റെന്താണ് സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അടിസ്ഥാനപരമായി നമ്മൾ തിരിച്ചു വരികയും അത് ജനങ്ങളെ പ്രബോധനം ചെയ്യുന്ന മേഖലയിൽ സജീവരായി നിലകൊള്ളുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. കഴിഞ്ഞ ഒരാഴ്ച കേരളത്തിലെ മീഡിയകൾ, വാർത്തകൾ, പത്രമാധ്യമങ്ങൾ യഥാർത്ഥ വിശ്വാസികൾക്ക് വായിക്കുമ്പോൾ അറപ്പും ഉളുപ്പും വായിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ യുവാക്കളും യുവതികളൊക്കെ മോഡലായി കാണുന്ന, എന്താണോ അവരനുകരിച്ചത് അത് അനുകരിക്കാൻ വേണ്ടി വെമ്പൽ കാണിക്കുന്ന ഒരു പ്രത്യേകമായ രാജകീയമായ പ്രൗഢിയോടെ ജീവിച്ചിരുന്ന ആൾക്കാർ പലപ്പോഴും പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖത്തേക്ക് വരുന്ന വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പണിപെടുന്ന, എപ്പോഴും മേക്കപ്പുകളിൽ അഭിനയിക്കുന്ന, നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്ന, നല്ല വാഹനങ്ങൾ ധരിക്കുന്ന,
ജനങ്ങൾക്ക് എപ്പോഴും മോഡലായി പ്രവർത്തിക്കുന്നു എന്ന് വിചാരിക്കുന്ന ആൾക്കാരിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ചീഞ്ഞു നാറുന്ന വാർത്തകളാണ്. ആരാണതിൽ പ്രതി ഇല്ലാത്തത് എന്നതിനെ കുറിച്ചാണ് അന്വേഷണം വേണ്ടത്. കാരണം പ്രതിയാക്കപ്പെടുന്നവരുടെ ബാഹുല്യം എത്രമാത്രം ഉണ്ടാകുമെന്ന് ഭയന്നിട്ടാണെന്നറിയില്ല, പ്രമുഖരൊന്നും വായ തുറക്കുന്നില്ല. സഹോദരന്മാരെ, അവരെയൊക്കെ മോഡലാക്കിക്കൊണ്ടാണ് പലരും എപ്പോഴും സംസാരിക്കാറ്. എന്തിനാണ് ഇവിടെ സ്ത്രീ പുരുഷ തമ്മിലുള്ള വിവേചനം? എന്തിനാണ്? സ്ത്രീകളും പുരുഷനും സമത്വമാണ്. സ്ത്രീകളും പുരുഷന്മാർക്ക് എന്തിനാണ് 2 കമ്പാർട്ട്മെന്റ്? എന്തിനാണ് വ്യത്യസ്ത സീറ്റുകൾ? എന്തിനാണ് വ്യത്യസ്ത കോളേജുകളിലുള്ള ക്ലാസ് മുറികൾ? എല്ലാവരും ഒന്നിച്ച് മിക്സഡായിട്ട് ഇരുന്നാൽ പോലെ, ഒരേ രൂപത്തിൽ സഞ്ചരിച്ച പോലെ. സ്ത്രീയുടെ മടിയിൽ പുരുഷനും പുരുഷന്റെ മടിയിൽ സ്ത്രീ ഇരുന്നാൽ ഇവിടെ എന്താണ് വരാൻ പോകുന്നത് എന്നൊക്കെ മോഡലാക്കി സംസാരിക്കുന്നവരുടെ ഉള്ളടിഞ്ഞ ചീഞ്ഞ് നാറുന്ന പൊടിച്ചു നാറുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മൾ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവന്റെ പ്രകൃതി എന്താണ് ഉള്ളത് എന്ന്, അത് എത്രമാത്രം ഇല്ല എന്നിട മോടി കാട്ടാൻ വേണ്ടി ശ്രമിച്ചാലും അതിൻ്റെ ഉള്ളിൽ അറിയുന്ന റബ്ബ് മനുഷ്യന്മാർക്ക് ചില നിയമവശങ്ങളുടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ, ഒരാൾ ഒരു അന്യ സ്ത്രീയുമായി ഒരിക്കലും തനിച്ചിരിക്കരുത്. നമ്മുടെ അന്യ സ്ത്രീകൾ മഹ്റമല്ലാത്തൊരു സ്ത്രീയുമായി തനിച്ചിരിക്കരുത്. ആ രൂപത്തിൽ നിങ്ങൾ സംസാരിക്കരുത്, ഇടപാടുകൾ നടത്തരുത്. വലാ തുസാഫിറന്ന ഇംറഅത്തുൻ ഇല്ലാ വമഅഹാ മഹ്റമുൻ, നിങ്ങൾ ഒരിക്കലും യാത്ര ചെയ്യരുത്. എങ്ങനെ? ഒരു സ്ത്രീ അന്യ പുരുഷന്റെ കൂടെ മഹ്റമില്ലാതെ സാഫർ ചെയ്യരുത്, യാത്ര ചെയ്യരുത്. നമ്മുടെ നാട്ടിൽ നിന്ന് ഉംറക്ക് പോകുന്നു, ഹജ്ജിന് പോകുന്നു, കൂടെ ആരുണ്ടാകും? ഉസ്താദ് ഉണ്ടാകും. എന്താ മഹ്റമില്ല? ഉസ്താദാര മനുഷ്യനല്ലേ? സഹോദരന്മാർ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ സഹാബി ചോദിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ ഭാര്യ ഹജ്ജിന് പുറപ്പെട്ടിട്ടുണ്ട്, അവളുടെ കൂടെ മഹ്റമില്ല. ഞാനാകട്ടെ യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭാര്യന്റെ കൂടെ പോ. അദ്ദേഹം ഓടിയെന്ന ഹജ്ജിന് പോകാൻ വേണ്ടി മഹ്റമായിക്കൊണ്ട് ഭാര്യന്റെ കൂടെ പോകാൻ വേണ്ടി ആ സഹാബി, യുദ്ധത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത സഹാബി, അത് ഉപേക്ഷിച്ച് പോയി എന്നാ. സഹോദരന്മാരെ, കാന്റെ വീടാണ്, കാർന്നോറ വീടാണ്, അതുപോലെ തന്നെയൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിൽ കയറാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പോലും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും ഹത്താ തസ്തഅനിസു വതുസല്ലിമു അലാ അഹ്ലിഹാ ദാലികും ഖൈറുൽ ലക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ മറ്റുള്ളവരുടെ വീട്ടിൽ കയറുമ്പോൾ പോലും സമ്മതം ചോദിച്ചിട്ടായിരിക്കണം കയറേണ്ടത്. കാരണം അത് ഏട്ടന്റെ ഭാര്യന്റെ വീടായെന്ന് വിചാരിച്ച് ബാഗ് അടുക്കളയിൽ പോയിട്ട് അവിടുന്ന് കുശലം പറയലല്ല. കാരണം ഒന്ന വീടാണെന്ന് കരുതിയിട്ടോ നേരെ അടുക്കളയിലേക്ക് കയറലല്ല. വീട്ടിൽ മുട്ടണം, കോളിംഗ് ബെല്ലടിക്കണം, 3 പ്രാവശ്യം അടിക്കണം. എന്നിട്ട് അവരുടെ സമ്മതം കിട്ടി സലാം ചൊല്ലിക്കൊണ്ടായിരിക്കണം മറ്റുള്ളവരുടെ വീടുകളിൽ പ്രവേശിക്കേണ്ടത് എന്ന് പോലും വളരെ കൃത്യമായി പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ വക്താക്കളാണ് നമ്മൾ. സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, പുരുഷന്മാരോട് ആദ്യം പറഞ്ഞത് നിങ്ങൾ സ്ത്രീകളെ നോക്കുമ്പോൾ കണ്ണ് താഴ്ത്തണം. സ്ത്രീകളോടും പറഞ്ഞു പുരുഷന്മാരെ നോക്കുമ്പോൾ കണ്ണ് താഴ്ത്തണം. റോഡുമിലേക്ക് നോക്കുന്ന മുഴുവൻ സ്ത്രീകളെയും നോക്കാനുള്ള കണ്ണല്ല ഒരു മുഅ്മിനിന്റേത്. ഉപയോഗിക്കുന്ന ടെലിഫോണിൽ കാണുന്ന വൃത്തികളിൽ മുഴുവനും കാണാനുള്ളത് കണ്ണല്ല ഒരു വിശ്വാസിയുടേത്. കണ്ണുകൾ താഴ്ത്തണമെന്ന് ആരോടാണ് പറഞ്ഞത്? പുരുഷനോട് ആദ്യം പറഞ്ഞു, പിന്നെ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ താഴ്ത്തണം. സഹോദരന്മാരെ, അനിയന്ത്രിതമായ ലൈംഗിക ബന്ധങ്ങൾക്കുടലെയും അടിസ്ഥാനം എന്താണെന്നറിയാമോ? കാഴ്ചയാണ്, മറ്റുള്ളവരുടെ നോട്ടമാണ്. പലരെയും നോക്കും, പലതും കാണും. അപ്പൊ അനിയന്ത്രിതമായ ജീവിത സൗകര്യങ്ങൾ തേടി, അല്ലെ അനിയന്ത്രിതമായ ലൈംഗിക ആസ്വാദനം തേടി മനുഷ്യൻ വെമ്പൽ കൊള്ളും. അത് കാഴ്ചയാണെന്നതിന്റെ അടിസ്ഥാന വിഷയം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ണ് താഴ്ത്താൻ എന്ന് പഠിപ്പിക്കപ്പെട്ട മതമാണ്. എപ്പോഴും സമ്പുഷ്ടമായി ജീവിക്കാൻ പഠിപ്പിക്കപ്പെട്ടൊരു മതം. മതത്തിന്റെ ദർശനത്തിന്റെ വക്താക്കളാണ് നമ്മൾ. നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കേണ്ടി വരില്ല. അല്ലാതെ കാണുന്ന ഈ പൊങ്ങച്ചകളും മായാജകളും മേക്കപ്പുകളും അവരൊക്കെ ചീഞ്ഞു നാറുന്ന അവസ്ഥത്താൻ കാരണം എന്താണ്? വ്യക്തമായ നിദർശനമോ വ്യക്തമായ ദർശനമോ അവരെ നയിക്കാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, അള്ളാഹുവിലേക്ക് മടങ്ങുകയും അവനിലേക്ക് പ്രകീർത്തിക്കുകയും യഥാർത്ഥ വിശ്വാസികളാകാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സകല വഴികളും നമുക്ക് തുറന്നു തരുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ വിശ്വാസം തൗഹീദിൽ അധിഷ്ഠിതമായി ജീവിക്കുക, സുന്നത്തുകളോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുക, വിദ്അത്തുകൾ വെടിയുക, അനാചാരങ്ങളെ ഉപേക്ഷിക്കുക, കൊടുത്തു തീർക്കാനുള്ള മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മുടെ പോക്കറ്റിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കുക, മാപ്പി ചോദിക്കേണ്ടവരോട്
മാപ്പ് ചോദിക്കുക. മാപ്പ് കൊടുക്കേണ്ടവർ നമുക്കിടയിൽ ഉണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. തൗഹീദിൽ അധിഷ്ഠിതമാക്കിയതും പ്രതിഫലച്ചയോടുകൂടിയും ഇഖ്ലാസോട് കൂടിയും കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ, സാധാ മരുന്നുകൾ കൊണ്ട് മാറാ രോഗങ്ങൾ, എപ്പോഴും മരുന്നുകളെ ആശ്രയിച്ച് കഴിയേണ്ടി വരുന്ന അവസ്ഥകൾ, മറ്റുള്ളവർക്ക് മുന്നിലെ കൈനീട്ടേണ്ടി വരുന്ന അവസ്ഥകൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, പോസ്റ്റ്മോർട്ടം പോലെയുള്ള അപകട മരണങ്ങൾ, വാർദ്ധക്യത്തിലോ മറ്റോ ജീവശമായി കിടക്കേണ്ടി വരുന്ന അവസ്ഥകൾ അല്ലാഹുവേ എന്നിവയ്ക്ക് തൊട്ട് നിന്നോട് ഞങ്ങൾ അഭയം ചോദിക്കുകയാണ്. അല്ലാഹുവേ, നമ്മുടെ ഏറ്റവും നല്ല സമയം അന്ത്യസമയമാക്കുകയും യഖീനോടുകൂടി ദൃഢതയോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ മുത്തക്കികളാക്കി നമ്മളെവരെയും മാറ്റി തീർക്കണമേ. അല്ലാഹുവേ, നമ്മുടെ മാതാപിതാക്കൾക്ക്, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആരോഗ്യസൗഖ്യം ഹിദായത്തും പ്രദാനം ചെയ്യണമേ. നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾക്ക് നിന്റെ വിശാലമായ മഗ്ഫിറത്ത് വഴി അവരെയും നമ്മളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണമേ. അല്ലാഹുവേ, നമ്മുടെ ഭാര്യമാരിലും കുട്ടികളിലും ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. നമ്മളാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് ഒരു കൺകുളിർമ പ്രദാനം ചെയ്യണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. الحمد لله رب العالمين.